കേരളത്തിലെ DCC പുനഃസംഘടന മാറ്റിവെച്ച AICC DCCകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന മുകുൾ വാസനിക് റിപ്പോർട്ട് അംഗീകരിച്ച ശേഷം മാത്രം പുനഃസംഘടന മതിയെന്ന് തീരുമാനം. മാർച്ച് 27, 28, ഏപ്രിൽ 3 ദിവസങ്ങളിലായി DCC അധ്യക്ഷന്മാരുടെ യോഗം ചേരാനും തീരുമാനമായി. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത് ലാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴൊരു പുനഃസംഘടന വരുന്നത് പാർട്ടിക്ക് ആശ്വാസകരമാവില്ല എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പുനഃസംഘടന മാറ്റിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ കേരളത്തിലെ 10 DCCകൾ, കോഴിക്കോട്, തിരുവനന്തപുരം അടക്കമുള്ള തൃശ്ശൂർ അടക്കമുള്ള 10 DCCകൾ ഉടനടി പുനഃസംഘടിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള നേതാക്കളും രാഹുൽ ഗാന്ധിയും ഖാർഗെയും നടത്തിയ ചർച്ചയിൽ തീരുമാനമായത്. എന്നാൽ ഇത് ഇപ്പോൾ പുതിയ ഒരു തീരുമാനം ഇന്ന് AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതായത് മുകുൾ വാസനിക് DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന റിപ്പോർട്ടിന് അംഗീകാരം ഇന്ന് ജനറൽ സെക്രട്ടറിമാരുടെ യോഗം. ഇതിൽ സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ പരിപൂർണമായിട്ടും അധികാരം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് മുകുൾ വാസനിക്കിൻ്റെതുള്ളത്. അതാണ് ഇന്ന് AICC ഭാരവാഹികളുടെ യോഗം അംഗീകരിച്ചത്. ഇത് AICC പ്ലീനറിയിൽ, അതായത് ഈ സമ്മേളനത്തിൽ ഇത് പാസ്സാക്കേണ്ടുന്നത്. ഈ പാസ്സാക്കുന്നത് അടുത്ത മാസം ഏപ്രിൽ 9 അഹമ്മദാബാദ് നടക്കുന്ന യോഗത്തിലായിരിക്കും. അതിനുശേഷം ഗുജറാത്തിൽ ഈ പുനഃസംഘടന ഗുജറാത്തിൽ ആദ്യം നടപ്പിലാക്കും. അതിനുശേഷമായിരിക്കും പിന്നിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നൊരു തീരുമാനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അതനുസരിച്ച് കേരളത്തിലെ DCC പുനഃസംഘടന പിന്നിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നിൽ ഓക്കെ, വ്യക്തമാണ്. കേരളത്തിലെ DCC പുനഃസംഘടന മാറ്റിവെച്ചിരിക്കുകയാണ്. AICC DCCകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന മുകുൾ വാസനിക് റിപ്പോർട്ട് അംഗീകരിച്ച ശേഷം മാത്രം പുനഃസംഘടന മതി എന്ന തീരുമാനത്തിലേക്ക് AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് ദില്ലിയിൽ നിന്ന് ശരത് ലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.